നമുക്കിന്ന് ചക്ക പുഴുങ്ങിയാലോ? ചക്കയ്ക്ക് അരപ്പ് തയ്യാറാക്കാൻ ഞാൻ എടുത്തിരിക്കുന്നത് 1/2 സ്പൂൺ ജീരകവും 2 ചുള വെളുത്തുള്ളിയും 5 ചെറിയുള്ളിയും ഒരു 15 കാന്താരിയും മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലയും ഒരു 3 സ്പൂണ് തേങ്ങ ഞാൻ ചക്കപ്പുഴുക്കിന് കുറച്ചേ ചേർക്കാറുള്ളൂ. വെളിച്ചെണ്ണയാണ് നന്നായിട്ട് ചേർക്കുക. അരപ്പ് അധികം അരഞ്ഞു പോകരുത്, ഒതുക്കിയെടുക്കണം. എടുക്കുന്ന ചക്കേൻ്റെ കണക്കിന് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അതിലേക്ക് ഉപ്പും ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ഇടുക. ഞാൻ ചെറിയൊരു ഇഡ്ഡലി പാത്രം നിറയുണ്ട് ചക്ക, അത് നിറച്ചെടുത്തതാണ്. അതിനുള്ള അരപ്പാണ് ഞാൻ എടുത്തത്. ഇത്രയാണേ. ഇത് നമ്മൾ ഇതിന് മേളിലേക്ക് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുക. കുരു ഇട്ടിട്ടില്ലാത്തത് കൊണ്ടാണ് അധികം വെള്ളം ഞാൻ ചേർക്കുന്നില്ല. ആവി ഒട്ടും പുറത്ത് പോകാതിരിക്കാൻ ഒരു വാഴയിലിട്ട് നന്നായിട്ട് മൂടിയതിന് ശേഷം അടുപ്പ് വെച്ച് അടയ്ക്കാം. എന്നിട്ടിനി അടുപ്പിൽ വയ്ക്കാം. ചക്കയ്ക്ക് ഞാൻ വെളിച്ചെണ്ണ കൂടുതൽ ചേർക്കും. ഇത്രയും വെളിച്ചെണ്ണ ഞാൻ എടുത്തിട്ടുണ്ട് ചക്കയ്ക്ക്. കടുക് പൊട്ടിക്കഴിഞ്ഞ് മുളക് വെച്ച് കറിവേപ്പില ചക്കപ്പുഴുക്ക് റെഡി.